ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലെ രാത്രിയിൽ ഞാൻ ആ സ്വപ്നം കണ്ടു. തറവാടിനെ ബാധിച്ചിരിക്കുന്ന ഉഗ്രശാപം. വർഷാവർഷം കർക്കിടക മാസത്തിൽ ആയില്യപൂജ നടക്കാറുള്ള നാഗചൈതന്യ പൂജാ ദിവസം. Who is the beautiful lady? അത് ക്ഷേത്രപൂജാരി സുദേവന്റെ ഭാര്യ. നൃത്തത്തിലും ഗാനാലാപനത്തിനും നിപുണ. I have a wish to stay with this beautiful lady tonight. എന്തായി പറയണേ? മഹാപാപം അതൊന്നും നടക്കില്ല. If you oppose me staying with this lady, then you lose your kingdom. And the choice is yours. Do you want your kingdom or this woman's pride? എന്തു പറയുന്നു തമ്പുരാൻ? ഒടുവിൽ തമ്പുരാൻ മറ്റു വഴികളില്ലാതെ സമ്മതം മൂളി. ദൈവങ്ങളെ, തമ്പുരാനെ, പരമ്പരയായി നാഗദേവങ്ങളെ പൂജിച്ച എന്റെ വംശത്തെയാണ് അങ്ങ് കുരുതി കൊടുത്തത്. പെണ്ണിന്റെ മാനം കൊടുത്ത് അങ്ങ് നേടിയ അധികാരം ഇനി നിലനിൽക്കില്ല. നൊന്തു പിടയണ മനസ്സോടെ ഞാൻ പറയാ, കളരിക്കൽ നാട്ടുവംശത്തെ പുരുഷന്മാർ ആദ്യവേളി കഴിച്ചെത്തുന്ന കന്യകമാർ സർപ്പദംശനം മൂലം മരിക്കാൻ ഇടവരട്ടെ. കളരിക്കൽ രാജവംശത്തിന്റെ അവസാന ആൺതരിയും ജീവിച്ചിരിക്കും വരെ ഈ ശാപം അവരുടെ എല്ലാം ശിരസിൽ നിലകൊള്ളട്ടെ. എന്റെ നാഗദൈവങ്ങളെ, കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വേണ്ട, എല്ലാം കൃത്യ. അമ്മ വന്നില്ലേ? ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. ഞാൻ നോക്കിയിട്ട് വരാം. നോക്ക്, അമ്മയുടെ കയ്യില് കീർത്തിയുടെ ജാതകം കൊടുക്കണം. നവീന്റെ വിവാഹത്തിന് വേണ്ടി നടക്കുന്ന പൂജയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കും കൂടി വേണ്ടിയുള്ളതല്ലേ? പിന്നെ അതങ്ങനെയാണല്ലോ. എങ്കിലും ജാതകം കൊടുക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചിട്ട് പോരെ? പോരാ. കുഞ്ഞുനാള് മുതൽ പറഞ്ഞുറപ്പിച്ചു വെച്ചതല്ലേ ഇവരുടെ കല്യാണം. ഇവര് തമ്മിൽ വേറെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. ഏയ് ഇല്ലല്ലോ. പിന്നെന്താന്ന്? എത്രയും വേഗം ഇത് നടന്നാ മതി എന്നാ എന്റെ ആഗ്രഹം. എന്റെ മാത്രമല്ല, ഇവളുടെ. എത്രയും പെട്ടെന്ന് വേണമെന്ന് അമ്മയുടെ ആഗ്രഹമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നും ഇല്ലാട്ടോ. ശരി, പെട്ടെന്ന് റെഡിയായി വാ. അമ്മേ, കീർത്തിയുടെയും നവീന്റെയും വിവാഹ കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന്
ഇന്നലെ രാത്രി നിർമ്മല എന്നോട് പറഞ്ഞു. കീർത്തി എന്റെ കൊച്ചുമോളാ. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അവളെ കൊലയ്ക്ക് കൊടുക്കുന്നേ? അമ്മേ, ഇന്നലെ രാത്രിയിൽ ഞാൻ ആ സ്വപ്നം കണ്ടു. തറവാടിനെ ബാധിച്ചിരിക്കുന്ന ഉഗ്രശാപം. ഈ നേരമായിട്ടും എനിക്കതിന്ന് പുറത്തു കിടക്കാനായിട്ടില്ല. ശാപമൊക്കെ പഴയ കഥയല്ലേ. 100 കൊല്ലം മുമ്പ് ഒരു ശാപം വീണിട്ടുണ്ടെന്ന് കരുതി ഇപ്പോഴങ്ങനെ പേടിക്കണോ അമ്മേ? തറവാട്ടിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളുടെ അമ്മമാര് പേടിക്കണം. നീ വിവാഹം കഴിച്ചില്ലേ? ദുർഗ എങ്ങനെ പാമ്പ് കടി ഏറ്റിട്ടല്ലേ? അത് എത്രയോ തലമുറകൾ, എത്രയോ പെൺകിടാങ്ങൾ, അതെല്ലാം സർപ്പദംശനത്താൽ. അപ്പോ കീർത്തി നവീന്റെ ജാതകം പൂജാപീഠത്തിൽ വെക്കണ്ടെന്നാണോ? എനിക്കറിയില്ല. നീ നവീനെ ഒന്ന് വിളിച്ചേ. പൂജയിൽ അവൻ പങ്കെടുത്തേ പറ്റൂ. എന്തു പറ്റി? അവർ റേഞ്ചിലില്ല. കണ്ടില്ലേ, എല്ലാം ദുശകനങ്ങളാ. സർ, സിത്താര മാം ഇപ്പൊ വീണ്ടും വിളിച്ചിരുന്നു. സാറിന്റെ തീരുമാനം അറിയാൻ. മംഗലത്ത് ഗ്രൂപ്പുകാരും കളരിക്കൽ ഗ്രൂപ്പുകാരും ഒരേപോലെ ഈ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആയ സ്ഥിതിക്ക് ഇവർ രണ്ടുപേരോട് സംസാരിക്കാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. സർ, ഞാൻ സിത്താര മാമിനെ ഒന്ന് കണക്ട് ചെയ്യട്ടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും. ഹലോ, ഗാഥാ മാഡത്തിന് കോഫി എടുക്കുമ്പോഴേ കപ്പ് നിറച്ചെടുക്കാൻ പാടില്ല. അതൊക്കെ മാഡത്തിന് നിർബന്ധം. അതുപോലെ ചൂട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൃത്യമായ അളവുണ്ട്. ഒരു കോഫിയുടെ കാര്യത്തിൽ ഇത്രയ്ക്കാണ് നിർബന്ധം വേണോ? താൻ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. ഗാഥാ മാഡത്തിന്റെ ശീലങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കൊണ്ടേ കൊടുക്കും. ഇനിയിപ്പോ ഇത് നോക്കി കൊതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാനും നിമിഷങ്ങൾക്കകം ഈ പ്രോപ്പർട്ടി ഗാഥാ ശ്രീനിവാസന്റെ സ്വന്തമാകും. മാഡം, കോഫി. കുട്ടനാടിന്റെ ഉൾക്കരുത്തുള്ള നിരവധി മത്സരങ്ങൾ ജയിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ നവജ്യോതിയുടെ പ്രിയപ്പെട്ട ടീം നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാടി പരാജയപ്പെട്ട കൊമ്പനാൽ ടീമിന് ഇത്തവണ യൂണിവേഴ്സിറ്റി താരങ്ങളെയും സംസ്ഥാന താരങ്ങളെയും കൊണ്ട് നിറഞ്ഞ നിറപ്പകിട്ട് കൊടുത്തിരിക്കുകയാണ് ജോൺസൺ കൊമ്പനായിൽ. ഇവരൊന്നും ഒരു ഗ്രൗണ്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരാ ഇവരൊക്കെ? ഇത്തവണ കരുതിക്കുട്ടിയാണല്ലോ സാറേ. കൈവയ്ക്കുന്നതൊക്കെ ജയിച്ചേ പറ്റുന്നൊരു നിർബന്ധം എനിക്കുണ്ടല്ലോ. ഈ പീറ പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുത്താ എങ്ങനെയാ? കൃഷ്ണ ഇത് എവിടെ പോയി കിടക്ക? ഈ നിൽക്കുന്നവരെ നോക്കണ്ട സാറേ, വരാനുള്ളത് കൃഷ്ണയാ. കളി ആര് ജയിക്കണമെന്ന് അവളാ തീരുമാനിക്കുന്നത്.